സെബിയുടെ അനീതിക്കെതിരെ PACL FAU കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ഉപവാസ സമരവും നടത്തി. PACL FAU സംസ്ഥാന സമരസമിതി കൺവീനർ K. അശോകൻ ഉദ്ഘാടനം ചെയ്തു. 2/2/16 സുപ്രീം കോടതി വിധി വന്നിട്ട് വർഷം 9 കഴിഞ്ഞില്ലേ? സുപ്രീം കോടതി PACL കമ്പനിയോട് ആവശ്യപ്പെട്ടത് നിക്ഷേപകരുടെ പണം 3 മാസത്തിനകം തിരിച്ചു നൽകുക എന്നാണ്. ഇതിനായി PACL കമ്പനി 1 വർഷത്തെ സാവകാശം അനുവദിക്കണമെന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടെങ്കിലും സെബി ഇടപെടുകയും 6 മാസങ്ങൾക്കകം തങ്ങൾ കൊടുത്തു തീർക്കാമെന്ന് അവകാശപ്പെടുകയുമാണ് ചെയ്തത്. സെബിക്കും ലോധ കമ്മിറ്റിക്കും നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകാൻ കഴിയില്ലെങ്കിൽ കാര്യം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തി മറ്റു മാർഗങ്ങൾ ആരായുകയാണ് ചെയ്യേണ്ടത്. 2.5 ലക്ഷം കോടിയുടെ PACL സമ്പത്താകെ കൈക്കലാക്കി വെച്ചിട്ട് തില്ലം കളിക്കുന്ന സെബിയും ലോധ കമ്മിറ്റിയും നിർത്തൂ നിങ്ങളുടെ നീതി നിഷേധം. PACL FAU സംസ്ഥാന സമരസമിതി കൺവീനർ K. അശോകൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. INTUC അഖിലേന്ത്യാ സെക്രട്ടറി ഡോക്ടർ MP പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി. അഴിമതി വിരുദ്ധ മുന്നണി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ആനന്ദ കനകം മുഖ്യാതിഥിയായിരുന്നു. PACL FAU സംസ്ഥാന അധ്യക്ഷൻ TP പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ FAU ജില്ലാ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു. CITU സിറ്റി പ്രസിഡന്റ് നാസർ, UDF ബേപ്പൂർ മേഖലാ കൺവീനർ TK അബ്ദുൽ ഗഫൂർ, PACL ജില്ലാ ട്രഷറർ KD ഗോവിന്ദൻ, PACL FAU മേഖലാ ഭാരവാഹികൾ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു. PACL കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം രാമചന്ദ്രൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.